أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ നാം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട റമളാൻ, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെട്ട റമളാൻ, പിശാചിനെ ചങ്ങലയിൽ ബന്ധിച്ച പരിശുദ്ധമായ റമളാൻ, സുന്നത്തുകൾക്ക് ഫർളിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്ന, ഫർളുകൾക്ക് 70 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്ന റമളാൻ, വിശുദ്ധമായ ഖുർആനിന്റെയും തറാവീഹിന്റെയും ലൈലത്തുൽ ഖദ്റിന്റെയും റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഇത്ഖു മിനന്നാറിന്റെയും ഒക്കെ സദഖയുടെയും ക്ഷമയുടെയും ഒക്കെ അത്ഭുതകരമായ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ സ്വീകരിക്കട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പരിശുദ്ധമായ റമളാനിലെ അത്ഭുതകരമായ ഒരു ദിക്ർ, ആ ദിക്റിന്റെ നേട്ടം, അതിന്റെ മഹത്വം, അത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ ഒരു പ്രതിഫലം, ഒരു നേട്ടം ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമ്മളൊക്കെ ചൊല്ലുന്ന അത്ഭുതകരമായ ദിക്ർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ്, ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകുന്ന നേട്ടങ്ങൾ 3 എണ്ണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഏതാണ് ഒന്നാമത്തെ നേട്ടം? എന്താണ്? 3 നേട്ടങ്ങൾ പറയാം. അതിനുശേഷം നമുക്കൊക്കെ പരിചയമുള്ള ദിക്ർ ഏതാണെന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ നേട്ടം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം കൊടുക്കുമെന്നുള്ളതാണ്. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മോചനം കൊടുക്കും. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, പൈശാചികമായ പ്രയാസങ്ങൾ, സാഹിര്യങ്ങളുടെ സിഹർ, ആയിനീങ്ങളുടെ ഐന്, ഹാസദീങ്ങളുടെ ഹസദ്, ളാലിമീങ്ങളുടെ ളുൽമ്, യാത്രയുടെ പ്രയാസങ്ങൾ, ജോലിയിലെ പ്രയാസങ്ങൾ, കുടുംബത്തിലെ പ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്ത് തന്നെയാകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുത് തന്നെയാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിക്റിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം എന്നുള്ളത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. എല്ലാ ദുഃഖത്തിൽ നിന്നും, ടെൻഷനിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം കൊടുക്കുമെന്നുള്ളതാണ്. ടെൻഷൻ വലിയൊരു വിഷയമാണ്. ടെൻഷൻ മനുഷ്യനെ രോഗിയാക്കും. പല ഡോക്ടർമാരും പറയാറുണ്ട്, നിന്റെ രോഗത്തിന്റെ കാരണം ടെൻഷനാണ്. അമിതമായ ടെൻഷൻ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. അമിതമല്ലാത്ത ടെൻഷൻ വരുമ്പോൾ ബാക്കിയുള്ള രോഗങ്ങൾ വരും. ടെൻഷൻ അടിച്ചെന്തോ കുഴപ്പം, കുറച്ച് വിഷമം ഉണ്ടാകും. വിഷമം മാത്രമല്ല, പല രോഗങ്ങളിലേക്കും അത് കാരണമാക്കും. നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ, അത് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഉള്ള വിഷമമാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വിഷമമാകട്ടെ, വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഓർത്തുകൊണ്ടുള്ള വിഷമമാകട്ടെ, ആദിയാകട്ടെ, എന്താണെങ്കിലും എല്ലാ ഹമ്മും, എല്ലാ ദുഃഖവും, എല്ലാ ടെൻഷനും, എല്ലാ പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ടെൻഷൻ മാറിക്കഴിഞ്ഞാൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ഉന്മേഷമുണ്ടാകും, റാഹത്തുണ്ടാകും. അപ്പൊ രണ്ടാമത്തെ നേട്ടം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ടെൻഷനും മാറ്റിത്തരും എന്നുള്ളതാണ്. മൂന്നാമത്തെ നേട്ടം എന്നുള്ളത് അത്ഭുതമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ
രൂപത്തിൽ കണക്കല്ലാത്ത റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം റിസ്ക്കാണ്, വസ്ത്രം റിസ്ക്കാണ്, വീട് റിസ്ക്കാണ്, വാഹനം റിസ്ക്കാണ്, ജോലി റിസ്ക്കാണ്, വരുമാനം റിസ്ക്കാണ്, സമ്പത്ത് റിസ്ക്കാണ്. നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകും, വരുമാനമില്ലാത്തവർക്ക് അല്ലാഹു വരുമാനം നൽകും, ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകും, സാമ്പത്തികമായ ഐശ്വര്യം നൽകും, സാമ്പത്തികമായ പുരോഗതി നൽകും. അല്ലാഹു നമുക്ക് നൽകുന്നതിൽ സംതൃപ്തി നൽകും. അല്ലാഹു നമുക്ക് നൽകുന്നത് കൊണ്ട് എല്ലാത്തിനും തികയുന്ന ഒരു സാഹചര്യം, ഒരു ബറക്കത്ത് അല്ലാഹു നൽകും. നമുക്ക് അത്യാവശ്യങ്ങൾ വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പണം നൽകും. ഈ ഒരു ദിക്റിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമെന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം എന്നുള്ളത് എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മോചനം നൽകുമെന്നുള്ളതാണ്. മൂന്നാമത്തെ നേട്ടം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം സമ്പത്ത് നൽകുമെന്നുള്ളതാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയുമോ? എന്താണ് നമ്മൾ ചൊല്ലേണ്ടതെന്നറിയുമോ? പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഏതാണ് ദിക്ർ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ സ്ഥിരമാക്കി കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖി മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റിത്തരും, റിസ്ക് അല്ലാഹു നൽകും, എല്ലാ ദുഃഖവും അല്ലാഹു മാറ്റിത്തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഇസ്തിഗ്ഫാറിനെ നാം അധികരിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ റമളാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ചൊല്ലണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച, നമ്മുടെ മുൻഗാമികളാൽ ചൊല്ലി വരുന്ന അത്ഭുതകരമായ ദിക്റുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 4 വിഷയങ്ങളാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്, മറ്റൊന്ന് സ്വർഗ്ഗം ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തിൽ നിന്ന് കാവലിനെ തേടലാണ്. ഈ 4 വിഷയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഈ 4 വിഷയങ്ങളിൽ ഈ അത്ഭുതകരമായ ദിക്റിൽ ഇസ്തിഗ്ഫാറുണ്ട് എന്നുള്ള കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ 3 നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ചേർത്ത് പിടിച്ചോ ഇസ്തിഗ്ഫാറിനെ, ചേർത്ത് പിടിച്ചോ റമളാനിന്റെ സ്പെഷ്യൽ ദിക്റിനെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ടെൻഷൻ മാറും, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകും, സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദിക്റുകളെ ചേർത്ത് പിടിക്കാൻ, ആ ദിക്റ് കൊണ്ട് വിജയിക്കാൻ, ആ ദിക്റ് കൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമളാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.